നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കോടതിയിൽ ജൂനിയർ അഭിഭാഷക ജെ.വി. ഷാമിലിയെ മർദ്ദിച്ച സംഭവത്തിൽ ആരോപണ വിധേയനായ സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബെയിൻ ദാസിന് കേരള ബാർ കൌൺസിൽ വിലക്ക് ഏർപ്പെടുത്തിയതിന് പിന്നാലെ ബെയിൻ ദാസ് കടലിൽ ഒളിപ്പിച്ചു എന്ന വാർത്ത പുറത്തുവരുന്നു. കടലിലാണ് ഇപ്പോൾ ഒളിച്ചിരിക്കുന്നത് എന്ന വാർത്ത അടക്കം പുറത്തുവരികയാണ്. കടലിലുള്ള മത്സ്യബന്ധന തൊഴിലാളികളുടെ ബോട്ടിലുണ്ടോ എന്നടക്കമുള്ള സംശയങ്ങളുണ്ട്. എന്തായാലും കടലിലാണ്, കരയിലല്ല, കടലിലാണ് ബെയിലി ഉള്ളത് എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും അച്ചടക്ക നടപടിയിൽ അന്തിമ തീരുമാനം ഉണ്ടാകുന്നതുവരെയാണ് പ്രാക്ടീസ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അച്ചടക്ക നടപടി സ്വീകരിക്കാൻ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് ബാർ കൌൺസിലിന്റെ നടപടി. ബാർ കൌൺസിൽ ഭാരവാഹികളുടെ അടിയന്തര യോഗത്തിലാണ് തീരുമാനം. അച്ചടക്ക നടപടിക്ക് മുന്നോടിയായി ബേസ്ലൈൻ നോട്ടീസ് നൽകുന്നുണ്ട്. ബാർ കൌൺസിലിന്റെ 2 അംഗങ്ങൾ അടങ്ങിയ സമിതി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അതേസമയം കൺമുന്നിൽ നിന്ന് മുങ്ങിയ പ്രതിയെ പിടികൂടാനാകാതെ വലയുകയാണ് പോലീസ്. ഇന്നലെ വക്കീൽ ഓഫീസിൽ അഭിഭാഷകയുമായി തെളിവെടുപ്പ് നടത്തി. ശക്തമായി പോലീസ് ഇടപെടാതിരുന്നതും ബാർ അസോസിയേഷൻ ഭാരവാഹികളുടെ സംരക്ഷണവും പ്രതിക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കിയെന്നാണ് ആക്ഷേപം. പ്രതിയെ ഉടൻ പിടികൂടാൻ സർക്കാർ കർശന നിർദ്ദേശം നൽകി. വനിതാ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം ബാർ അസോസിയേഷൻ അടിയന്തര യോഗം ചേർന്ന ബെയിൻ ദാസിനെതിരെ നടപടി സ്വീകരിക്കാൻ ബാർ കൌൺസിലിന് ശുപാർശ നൽകിയിരുന്നു. അഭിഭാഷകരും പോലീസും തമ്മിൽ ഇതിനു മുൻപും പലവട്ടം ഏറ്റുമുട്ടിയ പശ്ചാത്തലത്തിലാണ് ആദ്യഘട്ടത്തിൽ പോലീസ് ശക്തമായ നടപടികളിലേക്ക് കടക്കാതിരുന്നത് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിന് ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയാണ് ബെയിൻ ദാസിനെതിരെ വഞ്ചൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കേസ് എടുത്തിരിക്കുന്നത്. മർദ്ദനമേറ്റ ഷാംലി ഇന്നലെ രാവിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി കണ്ണിലെയും താടിയെല്ലിലെയും പരിക്കുകൾക്ക് വിദഗ്ധ ചികിത്സ തേടിയിരുന്നു. കടുത്ത വേദനയുണ്ടെങ്കിലും കുഞ്ഞിനെ മുലയൂട്ടുന്നതിനാൽ തന്നെ വേദന സഹിക്കാൻ തന്നെയാണ് തീരുമാനം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇയാൾ കടലിൽ ഒളിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത വരികയാണ്. എന്തായാലും ഇയാളെ പിടിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. CAയും SIയൊക്കെ എന്നെ വിളിച്ചിട്ട് വണ്ടി നമ്പർ, കാര്യങ്ങൾ, ഫ്ലാറ്റ് ഉണ്ടോ, അദ്ദേഹത്തിന് എവിടെയൊക്കെ പ്രോപ്പർട്ടി ഉണ്ടെന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. പോലീസ് ഊർജിതമായിട്ട് തന്നെയാണ് അന്വേഷിക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്തുനിന്നൊരു അഭാവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ അന്വേഷണത്തിൽ. എനിക്ക് യാതൊരു പരാതിയില്ല. ഇന്നിപ്പോൾ ഡോക്ടറെ കണ്ടു. ഫ്രാക്ചറൊന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഡോസ് കൂടിയ മരുന്ന് എനിക്ക് തരാൻ പറ്റില്ല. നല്ല പെയിനുണ്ട്, സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും പോലീസിൻ്റെ അന്വേഷണത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എത്രയും പെട്ടെന്ന് പ്രതിയെ പിടിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ബാർ കൗൺസിലിന് ഇന്നലെ തന്നെ എൻ്റെ പരാതി ഞാൻ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. സൈൻ ചെയ്തിട്ട് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അവരത് എല്ലാവരും, ഹൈക്കോർട്ട്, നമ്മുടെ ബാർ കൗൺസിലായാലും സുപ്രീം കോർട്ടിൽ നിന്ന് വരെ എനിക്ക് വിളിച്ചിട്ട് എല്ലാ ഭാഗത്തും നല്ല സപ്പോർട്ടാണ്. നമ്മുടെ ബാർ അസോസിയേഷൻ ആയാലും എല്ലാ ഭാഗത്തുനിന്നും നല്ല സപ്പോർട്ട് തന്നെയാണ്. ഇനി ബാർ അസോസിയേഷനിൽ പോകുന്നുണ്ട്. എൻ്റെ റിട്ടേൺ കംപ്ലയിൻറ്റ് ബാർ അസോസിയേഷനിൽ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇപ്പോൾ കേരള പൊതുസമൂഹത്തിൻ്റെ മുഴുവൻ പിന്തുണ ഷാമിലിക്കുണ്ട്. അപ്പോൾ വനിതാ കമ്മീഷൻ അടക്കം ഇതിനകത്ത് ഇടപെടുകയും ചെയ്തു. അപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ ഇതിനകത്ത് ഏത് രീതിയിൽ ഇനി മുമ്പോട്ട് പോകണം എന്ന് ഷാമിലിക്ക് ആഗ്രഹമാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായമുണ്ടോ? ഇത് ഇപ്പോൾ നടക്കുന്നതിൽ എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. വളരെ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ആയാലും ഈ വനിതാ കമ്മീഷൻ ആയാലും ഞങ്ങളുടെ അസോസിയേഷൻ ആയാലും എല്ലാവരും നല്ല സപ്പോർട്ടീവായിട്ട് തന്നെയാണ്. എത്രയും പെട്ടെന്ന് നീതി കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോഴും എനിക്ക് ഒത്തിരി കോൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരോടും നന്ദിയുണ്ട്. എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരോടും നന്ദിയുണ്ട്. ആരോഗ്യനില സംബന്ധിച്ച് എന്താണ് ഡോക്ടർമാർ പറഞ്ഞത് ഈ അടിച്ചതിൻ്റെ ഈ നീര് വന്നിട്ടുള്ള ആ പെയിനാണ്, ഫ്രാക്ചർ ഇല്ല എന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ ഈ ജോലൈൻ്റെ ഇവിടെയും ഈ കണ്ണിൻ്റെ ഇവിടെ വിഷന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ പെയിൻ, ഈ നീര് വെച്ചിട്ട് ആ ഒരു പെയിനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈ ഡോസ് മെഡിസിനൊന്നും, പെയിൻ കില്ലറൊന്നും തരാൻ പറ്റില്ല ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സംസാരിക്കാനും ഫുഡ് കഴിക്കാനും ഇനി ഈ മസിൽസ് വലിയുമ്പോൾ ഉള്ള ആ ഒരു പെയിൻ, നല്ല പെയിനുണ്ട്. പിന്നെ ഈ മാർക്സ് ഓഫീസിൽ ഇല്ല കാരണം എനിക്ക് തോന്നുന്നു അവരൊക്കെ ഷോക്കായിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു പ്രതികരണം അടിക്കുമെന്നൊന്നും ആരും വിചാരിച്ചില്ല. ഓഫീസിൽ ആ സമയത്ത് അഡ്വക്കേറ്റ് മിഥുന, പ്രിയ ചേച്ചി, ആനന്ദേട്ടൻ, ഞാൻ, സാറ്, ഞങ്ങൾ ഇത്രയും പേര് ഓഫീസിലുണ്ടായിരുന്നത്. ഞങ്ങൾ ക്യാബിനിൽ നിന്ന് സംസാരിച്ച് പുറത്തിറങ്ങി സാറിനോട് സംസാരിക്കാൻ കൂട്ടാക്കാതെ നിന്നപ്പോൾ ഞാൻ മിഥുനോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് സാറിനെ അടിച്ചത്. അപ്പോൾ അടിക്കുന്ന സമയത്ത് എല്ലാവരും ഉണ്ട്, അവരെല്ലാവരും ഇതിന് സാക്ഷികളാണ്. ഇപ്പോൾ ഇന്നലെ ഈ മർദ്ദനം സംഭവിച്ച ശേഷം ഈ പ്രതി അപ്പോൾ തന്നെ പോലീസിന് പിടിയിടാൻ കഴിയുമായിരുന്നു. ആ സമയത്ത് ബാർ അസോസിയേഷൻ സെക്രട്ടറി ഉൾപ്പെടെ
പോലീസിന് തടഞ്ഞു വെച്ചു എന്നുള്ള വിവരം കൂടിയുണ്ട്. എന്താണ് സംഭവിച്ചത്? ഞാൻ ഈ സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചായിരുന്നു. അപ്പോഴേക്കും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാം. അപ്പോൾ ഞാൻ പറഞ്ഞു പോകാൻ പറ്റില്ല, എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, ആൾ വന്നിട്ട് സാർ പോയാൽ മതി. ഞാൻ അത്രയും സമയം അദ്ദേഹത്തെ അവിടെ ഹോൾഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അനിയൻ വന്നു, ഹസ്ബൻഡ് വന്നു. അപ്പോഴേക്കും ഇവർ റേസായി, ഇവർ ഫയറായി, എന്താ ഇത് ചെയ്തേക്കുന്നത്. അപ്പോഴേക്കും ഒത്തിരി അഡ്വക്കേറ്റ്സ് വന്നു, ബാർ അസോസിയേഷനിൽ നിന്ന് പ്രസിഡൻറ്റ്, സെക്രട്ടറി ഒക്കെ വന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ ആവശ്യം ഇവിടെ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോട്ടെ. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, വക്കീൽ ഓഫീസിൽ നിന്ന് ഒരു വക്കീലിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല, അത് ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കും. അത് ആ സമയത്ത് ഈ അഭിഭാഷകൻ അവിടെ ഉണ്ടായിരുന്നു, ശ്യാമിലിയെ മർദ്ദിച്ച അഭിഭാഷകൻ ഉണ്ടായിരുന്നു. വേണമെങ്കിൽ ആ സമയത്ത് പോലീസിന് അറസ്റ്റ് ചെയ്യാമായിരുന്നു. പോലീസ് പുറത്തുണ്ടായിരുന്നു. പക്ഷേ അപ്പം അഭിഭാഷകൻ ഈ പറയുന്ന പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് ബാർ അസോസിയേഷൻ സ്വീകരിച്ചത്. ആ സമയത്ത് അവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്ത് നമുക്ക് നിയമ നടപടി എടുക്കാം. വക്കീൽ ഓഫീസിൽ നിന്ന് ഒരു ലോയറെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല എന്നുള്ള നിലപാടിലായിരുന്നു. അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ കോടതിയിൽ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത്, ഇപ്പോൾ വക്കീൽ ഓഫീസാണ്, അങ്ങനെ ഒരു ഇതില്ല. അവർ പാർട്ടിപരമായിട്ട് സാറ് പൊളിറ്റിക്കലി ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുന്ന ആളാണ്. ഈ പറഞ്ഞ പ്രസിഡൻറ്റ്, നമ്മുടെ സെക്രട്ടറിയുടെ കൂടെ ഇലക്ഷൻ ടൈമിലായാലും ആക്റ്റീവായിട്ട് നിന്നിട്ടുണ്ട്. മേ ബി അതിൻ്റെ ഒരു സോഫ്റ്റ് കോർണർ ആയിരിക്കാം. അദ്ദേഹം ഇവിടെ വന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പിന്നെ അഡ്വക്കേറ്റ്സൊക്കെ എന്ത് വന്നാലും അവർക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കും. പിന്നെ ഞാനും ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് അവർക്ക് പിന്നെ അതിൽ കൂടുതൽ പക്ഷേ അതിനകത്ത് കയറി പോലീസ് അറസ്റ്റ് ചെയ്യില്ല എന്നുള്ള നിലപാട് അവർ തീർത്തും പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഈ ആരോപണം പറഞ്ഞപ്പോഴും ബാർ അസോസിയേഷൻ പറയുന്നത് അത് ഒരു ആരോപണമാണ്, അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ബാർ അസോസിയേഷൻ സെക്രട്ടറിയും പ്രസിഡന്റും അവിടെ ഞാൻ ഒറ്റയ്ക്കല്ല അവിടെ ഉണ്ടായിരുന്നത്. ഒത്തിരി ആൾക്കാർ, എനിക്കറിയത്തില്ല അവിടെ ആരൊക്കെ അഡ്വക്കേറ്റ്സ് ആയാലും മറ്റ് ഓഫീസിൽ വന്ന ക്ലയൻസ് ആയാലും എൻ്റെ വീട്ടിൽ നിന്നായാലും ഇവൻ ഒത്തിരി ആൾക്കാരുണ്ട്. ഇത് അറിഞ്ഞു വന്നവരായാലും ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് അവർ ഇത്തരത്തിലൊരു നിലപാട് പറഞ്ഞത്. ഇതിനകത്ത് കയറി ഒരു വക്കീലിനെ പോലീസിന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് വള്ളക്കടവ് സാറാണ് അത് പറഞ്ഞത്. അപ്പോൾ അത് പറ്റത്തില്ല. പിന്നെ അവരകത്ത് കയറി ക്യാബിനിൽ കയറി അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ പുറത്തിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ആൾക്കാരൊക്കെ ഒത്തിരി ആൾക്കാർ വന്നു. തോന്നിയത് ഈ പ്രതിയെ പിടിച്ച് വക്കീലന്മാർ പോലീസിന് കൈമാറണമെന്ന് തോന്നിയിരുന്നില്ലേ ആ സമയത്ത്? ഓഫീസിൽ വന്ന് തന്നെ അറസ്റ്റ് ചെയ്ത്, അത് തന്നെയായിരുന്നു എൻ്റെ ആവശ്യം. ഓഫീസിൽ വന്ന് കൊണ്ടുപോട്ടെ, തെറ്റ് ചെയ്യാത്തൊരാളല്ലല്ലോ. എന്നെ കാണുന്നവരെല്ലാം, ഞാനൊന്നും പറയണ്ട, ഇത് കാണിച്ചാൽ മതി. ഈ എന്നെ അറിയുന്നവർക്കറിയാം. വഞ്ചിയൂരിലെ ഏത് അഡ്വക്കേറ്റിനോട് ചോദിച്ചാലും അറിയാം ഞാൻ എങ്ങനെയാണ്, ഞാൻ കോടതിയിൽ എങ്ങനെയാണ്, ഞാൻ ഓഫീസിൽ എങ്ങനെ ആയിരുന്നു. എൻ്റെ ഡെലിവറി ഒക്ടോബർ 10. ഒക്ടോബർ 9 വരെയും ഓഫീസിൽ പാറ്റൂർ പോക്സോ കോടതിയിൽ ഞാൻ പോയി. 1 മണിക്ക് ശേഷമാണ് ഞാൻ അന്ന് ഓഫീസിൽ തന്നെ കോടതിയിൽ നിന്ന് എത്തുന്നത്. തൊട്ടടുത്ത ദിവസം വെളുപ്പിന് എന്നെ ഡെലിവറിക്ക് അഡ്മിറ്റ് ചെയ്യാണ്. അപ്പോൾ അവിടെ ഉള്ള എല്ലാവർക്കും അറിയാം, എല്ലാവരും സാറും സമ്മതിക്കുന്ന കാര്യമാണ്. എല്ലാവരും പറയുന്നത് ഇത്രയും കാരണം ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട്, എൻ്റെ പ്രൊഫഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്രയും ഇഷ്ടപ്പെട്ട് വീട്ടുകാർക്ക് ആർക്കും ഇഷ്ടമല്ല, ഞാനൊരു ലോയർ ആവുന്നതിനോട് ആർക്കും താല്പര്യമില്ല. വീട്ടിൽ നല്ലപോലെ ഫൈറ്റ് ചെയ്തിട്ടാണ്. എൻട്രൻസ് പോലും എനിക്ക് എഴുതാൻ പറ്റിയില്ല. മാനേജ്മെൻറ്റ് കോട്ടയിലാണ് ഞാൻ പഠിച്ചത്. ഒരു സെമ്മിൽ പോലും ഫസ്റ്റ് ക്ലാസ്സിൽ കുറഞ്ഞ മാർക്ക് വാങ്ങിയിട്ടില്ല. അത്രയും സ്ട്രഗിൾ ചെയ്ത് അത്രയും ഇഷ്ടത്തോടെയാണ് ഞാൻ പഠിച്ചത്. എൻ്റെ ആകെയുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യവും വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. വർക്കിലൊന്നും ഞാൻ അതിപ്പോൾ സാറായാലും എൻ്റെ ഓഫീസിലുള്ളവരായാലും ഈവൻ ജഡ്ജസിന് പോലും, ഞാൻ സ്ഥിരം പോകുന്ന മജിസ്ട്രേറ്റ് കോടതിയിലായാലും പോക്സോ കോടതിയിലെ ജഡ്ജസിന് പോലും എന്നെ അറിയാം. ഞാൻ അവിടെ കേസ് പ്രസൻറ്റ് ചെയ്യുന്നതായാലും എല്ലാവർക്കും, അത് ക്ലർക്ക് ആയിക്കോട്ടെ, അഡ്വക്കേറ്റ്സ് ആയിട്ട്, അതുകൊണ്ട് അവർക്കാർക്കും ആരോട് വേണോ ചോദിക്കാം. ഒരു മോശം അഭിപ്രായം അല്ലെങ്കിൽ ഒന്നുകിൽ കേസ് ഇപ്പോൾ ഇത്രയും ഇങ്ങനൊരു പ്രതികരണം, ഒന്നുകിൽ കേസ് ഞാൻ എന്തെങ്കിലും സാറിന് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യണം, അതല്ലെങ്കിൽ സാറിൻ്റെ ക്ലയൻസിനെ ഞാൻ എന്തെങ്കിലും പറയണം, അല്ലെങ്കിൽ ക്ലയൻസിനെ മാറ്റി അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. സാറിൻ്റെ പഴയ ഒരു ജൂനിയർ വീണ്ടും തിരിച്ചു വന്നു. 3 വർഷം ഞാനാണ് ഉണ്ടായിരുന്നു, ആ സമയത്ത് ഇല്ലായിരുന്നു. ഇപ്പോൾ തിരിച്ചു വന്നിട്ട് ഒരു 3 വീക്സ് ആയിട്ടേ ഉള്ളൂ. അവർ വന്നിട്ട് അവർക്ക് എന്നോട് ഇതുവരെ ഞങ്ങൾ തമ്മിൽ
പേഴ്സണലി ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ തമ്മിൽ ഒന്നും സംസാരിച്ചിട്ട് അങ്ങനെ ഒന്നുമില്ല. സാറ് സ്ഥലത്തില്ലാതിരുന്നപ്പോൾ വിളിച്ചിട്ട് ഞാൻ ഫയൽ മുഖത്തൂടെ വലിച്ചെറിഞ്ഞു എന്നിങ്ങനെ ഒരു കള്ളം പറയേണ്ട കാര്യം എന്താണ്? അല്ലെങ്കിൽ സാറ് അത് കേട്ട പാതി കേൾക്കാത്ത പാതി എന്നെ ഉടനെ ഓഫീസിൽ വരണ്ടെന്ന് പറയാം. അതിനെ ഞാൻ എന്തുകൊണ്ട് 3 വർഷം ഉണ്ടായിരുന്നതാണ് സാറ്. അവിടെ ഉണ്ടായിരുന്ന മിക്ക ജൂനിയറിനോടും ഇതാണ്, അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടുള്ള എല്ലാവരോടും അതാ. പെട്ടെന്ന് വിളിച്ചിട്ട് പറയും നാളെ മുതൽ ഓഫീസിൽ വരണ്ട. അവരൊക്കെ പേടിച്ചിട്ട് ഓക്കെ നിർത്തും. ഇപ്പം ഞാൻ 3 വർഷം ഉണ്ടായി, എനിക്കറിയണം എന്ത് കാരണത്താലാണ് എന്നെ പിരിച്ചു വിട്ടതെന്നുള്ളത്. അത് ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, അത് സാറ് ഒത്തിരി സോറി പറഞ്ഞു, അമ്മയെ വിളിക്കാം, ഹസ്ബൻഡിനെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞതിൻ്റെ ബേസിസിലാണ് ഞാൻ തിരിച്ച് ഓഫീസിൽ പോയത്. എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ പറയുക, ഞാനും പോകുന്നില്ല, ഞാനിനി CA പഠിക്കാൻ പോവാം, എനിക്കിനി അത്ര ഇഷ്ടപ്പെട്ട് വന്ന പ്രൊഫഷനാണ്. എന്നിട്ട് പോലും എനിക്ക് വേണ്ട, ഞാൻ CA പഠിച്ചോളാം, എനിക്കിനി പ്രാക്ടീസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിരുന്നിട്ടും അമ്മയുടെ നിർബന്ധത്തിന് ഞാൻ തിരിച്ച് ഓഫീസിൽ വന്നപ്പോഴാണ് ഈ അഡ്വക്കേറ്റ് മിഥുനെയാണ് ഓക്കെ സാറിനോട് ഇങ്ങനത്തെ ഒരു നുണ പറഞ്ഞത് ഓക്കെ, അത് അവരുടെ ക്യാരക്ടർ, അവരെനിക്കെതിരെ പറഞ്ഞു. പക്ഷെ അതിലെന്തെങ്കിലും അവസ്ഥ ഉണ്ടോ എന്നുള്ള കാര്യം സാർ അന്വേഷിച്ചില്ല.